രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടിട്ടും കോൺഗ്രസ് നേതൃത്വവുമായി ഡോക്ടർ ശശി തരൂർ MP ഇടഞ്ഞു തന്നെ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞു. പരിശ്രമിച്ചില്ലെങ്കിൽ കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ തരൂരിന്റെ താക്കീത്. കേരളത്തിൽ കോൺഗ്രസിന് മികച്ച നേതൃത്വമില്ലെന്ന് പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. അഭിപ്രായ സർവേകളിൽ ജനസമ്മതിയിൽ താനാണ് മുന്നിലെന്നും ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ തുറന്നു പറയുന്നു. വിനീത വിജിയിലേക്കാണ് പോകുന്നത്. വിനീത, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം അതൊരു അനുനയ നീക്കമാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പിന്നീട് ശശി തരൂർ തന്നെ അത് നേരത്തെ താൻ കാണണമെന്ന് പറഞ്ഞു വെച്ചൊരു കാഴ്ചയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രസ്താവനകളിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? പ്രത്യേകിച്ച് ഇത്തവണ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, കോൺഗ്രസിന് നേതൃത്വമില്ല കേരളത്തിൽ എന്ന് പറയുന്നു, മുന്നറിയിപ്പ് നൽകുകയാണ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന്, വ്യക്തിപരമായി തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പാർട്ടിയെ. കുറച്ചുകൂടി ഗൗരവതരമായ ഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ കടന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അനുജ അങ്ങനെ തന്നെയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡുമൊക്കെയായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒപ്പം തന്നെ തരൂരിൻ്റെയും ഒക്കെ തന്നെ ഒരു പ്രതീക്ഷ. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയും താൻ അതൃപ്തനാണ് എന്ന് ഒരിക്കൽ കൂടി തരൂർ ഇതാ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല, നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്. തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് നേരത്തെ തന്നെ അദ്ദേഹം ഈ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനകളെ പറ്റി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലും അത്തരം കാര്യങ്ങൾ തരൂർ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കടക്കുമെന്നാണ് തരൂർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലേക്ക് AICC ഒരു നിലപാടെടുത്തില്ല എന്ന് മാത്രമല്ല, തരൂരിന്റെ പ്രസ്താവനകൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല, ഇനി ഇത്തരത്തിലേക്കുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകരുതെന്നൊരു നിർദ്ദേശം കൂടി രാഹുൽ ഗാന്ധി നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് ശശി തരൂർ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് തന്നെ വേണ്ട എങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വോട്ട് ബാങ്കിന് പുറത്തുള്ള വോട്ടുകൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്, കോൺഗ്രസിന് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ശശി തരൂർ പറയുന്നത്. അങ്ങനെ വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ വോട്ട് മാത്രമല്ല, ഈ വോട്ട് ബാങ്കിന് പുറത്തുള്ള വോട്ടുകൾ കൂടി തന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ സംസാരവും തൻ്റെ രീതികളും ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്, താൻ ജനപ്രിയനായ ഒരു നേതാവാണെന്ന് കൂടി പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് സംസ്ഥാനത്തിന്റെ നേതൃനിരയെ പോലും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിൽ ഇല്ല, അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, പ്രവർത്തകർക്ക് പോലും അത് ആശങ്കയുണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ആ നേതൃനിരയിലേക്ക് താൻ വരികയാണ് എങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നുകൂടി അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ അതൃപ്തി ഒരിക്കൽ കൂടി തുറന്നു കാണിച്ചിരിക്കുകയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അക്കാര്യം പറയുന്നത്. പക്ഷേ ഇത്തവണ ആ നിലപാട് ഒരിക്കൽ കൂടി അദ്ദേഹം കടുപ്പിച്ചിരിക്കുകയാണ്. അനുജ, അതാണ്. ശ്രീജിത്ത് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. അത് നേതൃത്വത്തിനെതിരെ പറയുന്നു. കേരളത്തിൽ കൃത്യമായൊരു നേതൃത്വമില്ല, താൻ ജനസമ്മതിയുള്ള നേതാവാണ്, നേതൃനിരയിലേക്ക് വരാനുള്ള കെൽപ്പ് തനിക്കുണ്ട് എന്നുകൂടി അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് താൻ അർഹനാണ്, ആ തരത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്ന ആവശ്യം കൂടി അദ്ദേഹം പരോക്ഷമായി മുന്നോട്ട് വയ്ക്കുകയാണോ? ഇതിലെന്താകും ഇനി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? അനുജ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച കിടമത്സരം ശക്തമായിരിക്കുകയാണ്. ശശി തരൂർ കൂടി ഈ മത്സരത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. നേരത്തെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുക ലക്ഷ്യമിട്ട് അദ്ദേഹം വടക്കൻ ജില്ലകളിൽ പര്യടനം നടത്തി. അന്ന് കോഴിക്കോട് MP ആയ MK രാഘവൻ്റെ പിന്തുണയോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നീക്കം. ലീഗിൻ്റെ അടക്കം തട്ടകത്തിൽ ചെന്ന് ലീഗ് നേതാക്കന്മാരെ കാണുന്നു, മറ്റ് സമുദായ നേതാക്കന്മാരെ കാണുന്നു. അത്തരത്തിൽ ഒരു മലബാർ പര്യടനം തന്നെ ശശി തരൂർ നടത്തിയിരുന്നു. അതിനുശേഷം ഇത് പാർട്ടിക്കകത്ത് വിവാദമായപ്പോൾ അദ്ദേഹം പിൻവാങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ എഴുതിയ വ്യവസായ വികസനത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ലേഖനത്തോടെയാണ്. എന്നാൽ നേരത്തെ വിനീത വിജി ചൂണ്ടിക്കാണിച്ചതുപോലെ ശശി തരൂരുമായി രാഹുൽ ഗാന്ധി, പാർട്ടിയുടെ രാജ്യത്തെ പരമോന്നത നേതാവായ രാഹുൽ ഗാന്ധി തന്നെ സംസാരിച്ച ശേഷവും അദ്ദേഹം തൻ്റെ അതൃപ്തിയിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം മറ്റു വഴികൾ തേടുമെന്ന് പറയുമ്പോൾ നിലപാട് അദ്ദേഹം കടുപ്പിച്ച് തന്നെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തനിക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ്
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ ഉയർത്തിക്കാണിക്കണമെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ തരൂരിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ വിജയിക്കാനുള്ള സാധ്യതയില്ല എന്നും തരൂർ ക്യാമ്പ് നേരത്തെ മുതൽ പങ്കുവെക്കുന്നുണ്ട്. അതിന് കാരണമായി തരൂർ ക്യാമ്പും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിലടി തന്നെയാണ്. അതിന് പകരം ഒരു യുണൈറ്റഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഐക്യത്തോടു കൂടിയുള്ള ഒരു മുഖം ഉയർത്തിക്കാട്ടണമെങ്കിൽ തരൂരിൻ്റേത് വേണം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ അതിന് കേരളത്തിൽ സ്വീകാര്യത കിട്ടാൻ വഴിയില്ല. അതാണ് തരൂർ ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത് കലാപക്കൊടി ഉയർത്താനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ശരി, വിനീത വിജയിലേക്ക് ഒരിക്കൽ കൂടി. വിനീത, ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് ഏത് തരത്തിലേക്ക് വേണം നമ്മൾ നോക്കിക്കാണേണ്ടത്? പ്രസംഗം, എഴുത്ത് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് പറയാറായോ? അനുജ, ലേഖനത്തിൽ അദ്ദേഹം അത്തരം കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലേക്കുള്ള ഓപ്ഷനുകൾ കൂടി ഉള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു പ്രഭാഷകനാണ്. അത്തരത്തിലേക്ക് എന്ന രീതിയിലേക്കൊക്കെ തന്നെ അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും ഇതിൽ ശശി തരൂർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ കഴിയുക. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ തവണകളിലൊക്കെ ആ ലേഖനത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ നിലപാടുകളെയൊക്കെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെ നിലപാടുകളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇരു തലങ്ങളിലും നിൽക്കുമ്പോൾ തരൂരിനെ പോലെ സംബന്ധിച്ച ഒരാൾ ഇനി ഏത് ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഏറെക്കുറെ അദ്ദേഹം അതൃപ്തനാണെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ഊന്നി പറഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനി അദ്ദേഹം ഏത് നിലയിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അനുജ, അതെ, പാർട്ടിക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടെന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് പറയുന്നു. നേതൃദാരിദ്ര്യം കേരളത്തിൽ കോൺഗ്രസിനുണ്ട് എന്ന് പറയുന്നു. തനിക്ക് ജനസമ്മതിയുണ്ട് എന്നത് സർവേകളിലൂടെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണെന്ന് പറയുന്നു.